പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ ഗ്രന്ഥത്തിലെ ഏറ്റവും രോമാഞ്ചമുണർത്തുന്ന വചനങ്ങളിൽ ഒന്ന് വരണത് വിജാതീയനായിട്ടുള്ള ഒരാളിൽ നിന്ന്, ഗമാലിയലിൽ നിന്ന്. അദ്ദേഹം ഇങ്ങനെ ഇന്നത്തെ ഒന്നാമത്തെ വായനയിൽ നമ്മൾ കാണുന്നുണ്ട്. അനന്തരം അവൻ പറഞ്ഞു, ഇസ്രായേൽ ജനങ്ങളെ, ഈ മനുഷ്യരോട് എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് സൂക്ഷിച്ചു വേണം. എന്ത് ചെയ്യാമെന്ന് തീരുമാനിക്കുന്നത് സൂക്ഷിച്ചു വേണം. എന്നിട്ട് അതിനുള്ള കാരണം അദ്ദേഹം പറയണത്, കാരണം ഈ ആലോചനയും ഉദ്യമവും മനുഷ്യനിൽ നിന്നാണെങ്കിൽ പരാജയപ്പെടും, മറിച്ച് ദൈവത്തിൽ നിന്നാണെങ്കിൽ അവരെ നശിപ്പിക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല. എന്തൊരു ഇങ്ങനെ രോമാഞ്ചമുണർത്തുന്നൊരു വാക്കാണത്. ഈ അവരുടെ ഉദ്യമവും ചിന്തകളും ഈ ഉദ്യമവും ആലോചനയും മനുഷ്യനിൽ നിന്നാണെങ്കിൽ പരാജയപ്പെടും, മറിച്ച് ദൈവത്തിൽ നിന്നാണെങ്കിൽ അവരെ നശിപ്പിക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല. മാത്രമല്ല, ദൈവത്തെ എതിർക്കുന്നവരായി നിങ്ങൾ എണ്ണപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് ഇസ്രായേൽ ജനങ്ങളെ, ഈ മനുഷ്യരോട് എന്ത് ചെയ്യാമെന്ന് തീരുമാനിക്കുന്നത് സൂക്ഷിച്ചു വേണം. കർത്താവ് പറഞ്ഞതനുസരിച്ച് മാത്രം ജീവിച്ചിരുന്ന, അവിടുത്തെ ആത്മാവ് നയിച്ചിരുന്നിടത്തേക്ക് മാത്രം പോയിരുന്ന, അവിടുത്തെ അവിടുന്ന് വെളിച്ചം കൊടുത്തിരുന്നത് മാത്രം സംസാരിച്ചിരുന്ന ഒരു ജനതയെ കുറിച്ചിട്ട് ഗമാലിയേൽ വിളിച്ചു പറയുന്ന ഒരു കാര്യമാണ്. അത് ഒരു ഫരിസേയ പ്രമുഖനാണ്. അതെങ്ങനെ വിളിച്ചു പറയണത് ഇതാണ്: അവരോട് എന്തെങ്കിലും ചെയ്യണമെന്ന് സൂക്ഷിച്ചു വേണം. അവരുടെ ഉദ്യമവും ആലോചനയും മനുഷ്യനിൽ നിന്നാണെങ്കിൽ തന്നെത്താനെ പരാജയപ്പെട്ടു നോക്കുള്ളൂ. പക്ഷേ ദൈവത്തിൽ നിന്നാണെങ്കിൽ അതിനെ തകർക്കാൻ നിങ്ങൾക്ക് പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ ദൈവത്തെ എതിർക്കുന്നവരായി എണ്ണപ്പെടുകയും ചെയ്യും. അതിനുള്ള ഏറ്റവും നല്ല ഉദാഹരണം നമുക്ക് ഇന്നത്തെ സുവിശേഷത്തിൽ കാണാൻ പറ്റും. ഈ ജനതയ്ക്ക് എന്ത് ഭക്ഷിക്കാൻ കൊടുക്കും? വലിയൊരു ജനത തൻ്റെ അടുത്തേക്ക് വരുന്നത് യേശു കണ്ടു. അവൻ പീലിപ്പോസിനോട് ചോദിച്ചു, ഇവർക്ക് ഭക്ഷിക്കുവാൻ നാം എവിടെ നിന്ന് അപ്പം വാങ്ങും? പീലിപ്പോസ് മറുപടി പറഞ്ഞു, ഓരോരുത്തർക്കും അല്പം വീതം കൊടുക്കുവാൻ 200 ദനാറയ്ക്കുള്ള അപ്പം പോലും തികയുകയില്ല. അപ്പോൾ അന്ത്രയോസ് പറയുന്നുണ്ട്, ശിഷ്യന്മാരിൽ അന്ത്രയോസ് അവരോട് പറഞ്ഞു, 5 ബാർലിയപ്പവും 2 മീനും കൈവശമുള്ളൊരു കുട്ടി ഇവിടെയുണ്ട്. എന്നാൽ ഇത്രയും പേർക്ക് അതെന്തുണ്ട്? ഇത് മനുഷ്യനിൽ നിന്നാണ് വരണതെങ്കിൽ പരാജയപ്പെട്ടു പോകും. പീലിപ്പോസും അന്ത്രയോസും പറയുന്ന കാര്യങ്ങൾ ഇത്രയും വലിയ ജനക്കൂട്ടത്തിനെ തീറ്റിപ്പോറ്റാനായിട്ട് അവരുടെ ഉദ്യമം, അവരുടെ ചിന്തയ്ക്ക് പറ്റില്ല. അവർ ഉദ്ദേശിക്കുന്ന, അവർ പ്ലാൻ ചെയ്യുന്ന കാര്യത്തിന് പറ്റില്ല. പക്ഷേ ഈ 5 അപ്പവും 2 മീനും കൊണ്ട് കർത്താവിന് പറ്റും. ആ ഉദ്യമവും ആലോചനയും വരുന്നത് ദൈവത്തിൽ നിന്നാണെങ്കിൽ അതിനെ തകർക്കാൻ ആർക്കും സാധ്യമല്ലെന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല അടയാളവും ഉദാഹരണവുമായിട്ട് ഇങ്ങനെ അവിടെ നിരന്നിരിക്കുന്ന മനുഷ്യർ ഈ 5 അപ്പവും 2 മീനും കൊണ്ട് ഭക്ഷിച്ച് തൃപ്തരാകുന്നത് 5000-ലധികം പുരുഷന്മാർ. തകർക്കാൻ പറ്റില്ല എന്നേ. ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ചാണ് ജീവിതം ഒരുക്കി വെച്ചിരിക്കുന്നതെങ്കിൽ, അവിടുത്തെ വഴികൾക്കനുസരിച്ചാണ് ജീവിതം മുന്നോട്ട് നീക്കുന്നതെങ്കിൽ ഒരാൾക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. 5 അപ്പം എൻ്റെ കയ്യിലുള്ളത് കർത്താവ് 5 അപ്പവും 2 മീനുമാണ്. ഇതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന് എനിക്കറിയാം. എൻ്റെ ചിന്തകൾ കൊണ്ടോ എൻ്റെ പ്ലാന് കൊണ്ടോ ഈ കാര്യങ്ങളൊന്നും മുന്നോട്ട് പോകില്ല. പക്ഷേ ഇതാ നിൻ്റെ കയ്യിലോട്ട് ഏൽപ്പിച്ചേക്കാം. ഈ 5 അപ്പവും ഈ 2 മീനും കൊണ്ട് കർത്താവിന് എത്ര പേരെ വേണമെങ്കിലും പോറ്റാൻ പറ്റും. ഏൽപ്പിച്ചു കൊടുക്കുക. ഈ 5 അപ്പവും 2 മീനും എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൻ്റെ സാധ്യതകളാണ്. എനിക്കുള്ളത് കർത്താവ് എന്നെ കൊണ്ട് പറ്റില്ല. ചില കാര്യങ്ങൾ നമ്മൾ എത്ര വട്ടം ശ്രമിച്ചിട്ടുള്ളതാണ്. നമ്മളുടെ കാര്യങ്ങൾ നമ്മൾ തന്നെ ചെയ്ത് ശരിയാക്കാനായിട്ട്. ആ അൾത്താരയിലേക്കും ആ തിരുനടയിലേക്കും എൻ്റെ ജീവിതത്തിൻ്റെ ഓരോ ഉദ്യമങ്ങളും സമർപ്പിച്ച് പ്രാർത്ഥിച്ചിട്ട് ഒന്ന് കാര്യങ്ങൾ ചെയ്തു നോക്കിയത്. നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതിൻ്റെ അങ്ങേയറ്റത്ത് കർത്താവ് നടത്തി തന്നിട്ടുള്ളതിൻ്റെ അനുഭവങ്ങൾ മാത്രമല്ലേ പറയാനുള്ളൂ. എപ്പോഴൊക്കെ പരാജയപ്പെട്ടിട്ടുണ്ടോ അപ്പോഴൊക്കെ അവിടെ പ്രാർത്ഥനയുടെ ഈശോയോട് ഇങ്ങനെ അനുവാദം ചോദിക്കലിൻ്റെ കുറവ് വന്നിട്ടുണ്ടെന്നേ. എവിടെയൊക്കെ ഞാൻ ഈശോയോട് ചോദിച്ചുകൊണ്ട് അവിടുത്തെ അനുവാദം കിട്ടിയിട്ടാണോ ഞാൻ തുടങ്ങിയിരിക്കുന്നത്, അവിടുത്തെ ആഗ്രഹത്തിനനുസരിച്ചാണോ ഞാൻ ചെയ്തിരിക്കുന്നത്, അവിടെയൊക്കെ നമുക്ക് വിജയം ഉണ്ടായിട്ടുണ്ട്. കൊല്ലപ്പെടാമായിരുന്ന ഒരു കുടുംബത്തെ ഹെറോദേസിൻ്റെ ക്രൗര്യത്തിൽ നിന്ന്, ക്രൂരതയിൽ നിന്ന് യൗസേപ്പ് പിതാവ് രക്ഷിച്ചെടുക്കുന്നത് ആ സ്വർഗം കൊടുക്കുന്ന നിർദ്ദേശം അനുസരിച്ച് പോകുന്നതുകൊണ്ട്. അത്രയും കുഞ്ഞുങ്ങൾ ഇങ്ങനെ വധിക്കപ്പെട്ട രാത്രിയിൽ എങ്ങനെയാണ് ഈ ഉണ്ണീശോയും കൊണ്ട് അവർ രക്ഷപ്പെട്ടത്? കർത്താവ് പറഞ്ഞതനുസരിച്ച് കൃത്യമായിട്ട് കാര്യങ്ങൾ നീക്കുന്നുകൊണ്ടാണ്. ആലോചിച്ച് നോക്കിയേ, പഴയ നിയമത്തിൽ സംഹാരദൂതൻ കടന്നുപോയ രാത്രിയിൽ ഈ വാതിൽപ്പടിയിൽ കുഞ്ഞാടിൻ്റെ രക്തം തളിക്കാതിരുന്ന എല്ലാ ഭവനങ്ങളിലും സംഹാരദൂതൻ കയറിയിട്ടുണ്ട്.
നമ്മൾ അത് വായിക്കുന്നത് ഈജിപ്തുകാരുടെ ഒന്നാമത്തെ മകൻ മരിച്ചുപോയി എന്നുള്ളത്. പക്ഷേ ഏതെങ്കിലും ഒരു ഇസ്രായേൽ കുടുംബത്തിൻ്റെ കട്ടളയിൽ ഈ കുഞ്ഞാടിൻ്റെ രക്തം ഇല്ലാതിരുന്നെങ്കിൽ അവിടെയും സംഹാരദൂതം കയറിയിട്ടുണ്ട്, മരണം കയറുന്നേ. ഇങ്ങനെ കർത്താവ് പറഞ്ഞതനുസരിച്ചല്ല ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതെങ്കിൽ പേടിപ്പിക്കാൻ വേണ്ടി പറയണതല്ല, പക്ഷേ അവിടെ പ്രയാസങ്ങൾ ഉണ്ടായിരിക്കും. അതുപോട്ടെ, അതിൽ നിന്ന് മനസ്സ് വിട്, എന്നിട്ട് ഒന്ന് ആലോചിച്ച് നോക്ക്. ഈശോ പറയണത് അനുസരിച്ചാണെങ്കിൽ ജീവിതത്തിന് അനുഗ്രഹങ്ങളുടെ നിറവുണ്ടാവും. എത്ര അനുഭവങ്ങളാണ് നമുക്ക് പറയാനുള്ളത്. എത്ര പ്രാവശ്യമാണ് നമ്മളത് അങ്ങനെ ആ ഒരു കരുതൽ അനുഭവിച്ചിട്ടുള്ളത്. എൻ്റെ ഈശോയെ ഇത് ഒന്ന് നടത്തി തരണേ, കർത്താവ് ആഗ്രഹിക്കുന്ന വിധത്തിലൊന്ന് മുന്നോട്ട് കൊണ്ടുപോകണേ എന്നൊക്കെ ഒന്ന് പ്രാർത്ഥിച്ചിട്ട്, നമ്മുടെ നിയോഗം വെച്ച് സമർപ്പിച്ച് പ്രാർത്ഥിച്ചിട്ട് നമ്മൾ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു? നമ്മൾ തുടങ്ങി വെച്ച കുടുംബജീവിതം ആലോചിച്ച് നോക്ക്. അത് അൾത്താരയിൽ നിന്ന് തുടങ്ങിയതാ. അന്ന് മനസ്സ് തൊട്ട് പ്രാർത്ഥിച്ച് കർത്താവ് എനിക്ക് തന്ന ഒരാളെയാണ് ഞാൻ ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതെന്നുള്ള ചിന്തയുള്ള മനുഷ്യരുടെ കുടുംബങ്ങളിൽ പ്രയാസങ്ങളില്ലെന്ന് അച്ഛൻ പറയുന്നില്ല, പക്ഷേ കലഹങ്ങളില്ല, പരസ്പരം കുറ്റപ്പെടുത്തലുകളില്ല. ഒരു പഠനം തുടങ്ങുമ്പോൾ കർത്താവെ നീ പറയണതനുസരിച്ചിട്ടാണോ ഞാൻ ഈ കോഴ്സ് എടുത്ത് പഠിക്കണതെന്ന് അങ്ങനെ ഈശോയോട് അനുവാദം ചോദിച്ചിട്ടാണ് ഒരാളിത് മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നതെങ്കിൽ അവന് അത്രയ്ക്ക് ടഫായിട്ടുള്ള പരീക്ഷകളുടെ നടുവിൽ പോലും അത് പരീക്ഷകൾ വിജയിക്കാനായിട്ട് പറ്റുന്നുണ്ട്. പക്ഷേ ഈ ഉദ്യമങ്ങൾ മുഴുവൻ, ഈ ആലോചനകൾ മുഴുവൻ, പ്ലാനും പദ്ധതിയും മുഴുവൻ എൻ്റേത് മാത്രമാണെങ്കിൽ, മനുഷ്യൻ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നു, എന്നാൽ അന്തിമമായ തീരുമാനം കർത്താവിൻ്റെതാണ്. വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നതാണ്. കർത്താവെ, മനുഷ്യൻ്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല, അവിടുത്തെ കൃപയാണ് എല്ലാറ്റിലും പ്രധാനം. അങ്ങയിലേക്ക് എൻ്റെ ജീവിതം മുഴുവൻ സമർപ്പിച്ചു, ഉദ്യമങ്ങളും ആലോചനകളും പ്ലാനും പദ്ധതികളും എല്ലാം അങ്ങയിലേക്ക് സമർപ്പിച്ചു. തമ്പുരാനെ, നിന്റെ ഇഷ്ടത്തിനനുസരിച്ചെന്ന് പറഞ്ഞ് എൻ്റെ ജീവിതത്തിൻ്റെ സാധ്യതകളായ 5 അപ്പവും 2 മീനും ഞാനത് അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. 5000 അല്ല, 10000 അല്ല, ലക്ഷക്കണക്കിന് മനുഷ്യർ വന്നാലും അങ്ങേക്ക് ഈ അപ്പവും മീനും കൊണ്ട് അവരെ തീറ്റിപ്പോറ്റാൻ പറ്റുമെന്ന്, തൃപ്തരാക്കാൻ പറ്റുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ സാധ്യതകളെയും എൻ്റെ പദ്ധതികളെയും പ്ലാനുകളെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഈ രാത്രിയും അവിടുത്തെ ആശീർവാദത്തിനും സഹായത്തിനുമായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവെ, നാളേക്കൊരു ദിവസമുണ്ടോ എന്ന അറിവില്ലാത്ത ഈ ആയുസ്സില് ഇനിയുള്ള ഞങ്ങളുടെ പദ്ധതികളും ഞങ്ങൾ തീരുമാനിച്ചുറപ്പിച്ചു വെച്ചിരിക്കുന്ന ചിന്തകളുമൊക്കെ അങ്ങയുടെ കരങ്ങളിലേക്ക്, അങ്ങയുടെ ഇഷ്ടത്തിന് വേണ്ടി സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ഉറക്കത്തിലേക്ക് പോകുന്നു. അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണമേ. ആമേൻ. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത